മാധവന്റെ കണ്ണിൽ സംശയം. ഇടയ്ക്ക് ആലോചനയോടെ താടി ഒഴിയുന്നുണ്ട്. എന്താ അങ്കിൾ, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അഫിയിൽ ചെറു ചിരിയാണ്. ഇല്ല മോനെ, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇനി ലച്ചുമ്മയ്ക്കൊപ്പം പഠിച്ചതാണോ? അല്ലെങ്കിൽ ബാങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ലച്ചുമ്മ ആരാ? സീതാലക്ഷ്മിയാണോ? അതേ മോനെ, ഞാനും അമ്മയും അങ്ങനാ വിളിക്കുക. കുഞ്ഞിലേ മുതൽ സിദ്ധുവിന് അമ്മ ആയവളാ. അങ്ങനെ ലച്ചുമാന്ന് വിളിച്ച് ഇപ്പം നാവിൽ അതേ വരൂ. അഫി തലകുലുക്കി. കാറ് മുന്നിലേക്ക് സഞ്ചരിച്ചു. മോളിപ്പോൾ കൊച്ചിയിൽ വർമ്മ ഇൻഡസ്ട്രീസ് വലിയ കമ്പനിയാ. അവിടെയാ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് വീട്ടിൽ വന്നാലും കുഞ്ഞിന് സീതാലക്ഷ്മിയെ കാണാൻ പറ്റില്ല. ഡ്രൈവർ പെട്ടെന്ന് തിരിഞ്ഞ് അഫിയെ നോക്കി. അവൻ കണ്ണ് ചിമ്മി അടച്ചു. അത് സാരമില്ല, സിദ്ധൂട്ടൻ വീട്ടിലുണ്ടാവുമല്ലോ. എനിക്ക് അവനെ കണ്ടാലും മതി. ചെക്കനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ആണോ? ഹാ, എന്നാ സിദ്ധുവിൻ്റെ കയ്യിൽ മോളുടെ നമ്പറുണ്ട്, വാങ്ങിത്തരാം. ആ അച്ഛൻ നിഷ്കളങ്കമായി ചിരിച്ചു. കുഞ്ഞ് മാനേജരോട് സംസാരിച്ചല്ലോ അല്ലേ? നാളെ ഇനി ജോലിക്ക് കയറാൻ പറ്റിയാൽ മതി. ദിവസം 300 രൂപ കിട്ടും. ആഫി ഫോണിലെ ലക്ഷ്മിയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു. മാധവൻ പറഞ്ഞ സ്ഥലത്ത് ഡ്രൈവർ കാർ ഒതുക്കി. ഗേറ്റ് മലർക്കെ തുറന്നു കിടക്കുന്നു. മുറ്റത്ത് ഒരു ജീപ്പുമുണ്ട്. കാറ് അകത്തേക്ക് കയറി. ആരോ വന്നിട്ടുണ്ട്. വെപ്രാളത്തിൽ മാധവൻ പുറത്തേക്കിറങ്ങി. പിന്നാലെ അഫിയും. വീടിനുള്ളിൽ വലിയ ബഹളം കേൾക്കാം. പെട്ടെന്നാണ് ഒരു ചെയർ മുറ്റത്തേക്ക് പതിച്ചത്. പിന്നാലെ അടുക്കളയിലെ കറച്ചട്ടി മുതൽ ചോറോട് കൂടിയ കലവും അവന് മുന്നിലേക്ക് വന്ന് വീണ് ചിതറി. അഫി മുഖം ചുളിച്ചു. എന്താ അങ്കിൾ ഇത്? അവൻ ചോദിക്കുമ്പോൾ മാധവൻ ഒന്ന് ചലിക്കാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ തളർന്ന് വിറങ്ങലിച്ച് കാറിൽ ചാരി നിന്നുപോയി. അഫി മുന്നിലേക്ക് നടന്നു. അയ്യോ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ! അച്ചമ്മയുടെ കരച്ചിൽ ഉച്ചത്തിൽ ഉയർന്നു. മാധവൻ സ്വബോധം വന്നതുപോലെ ഓടാനാണ് ശ്രമിച്ചത്. പക്ഷേ കഴിയുന്നില്ല. കാലുകൾ കുഴഞ്ഞു പോകുന്നു. അകത്തുനിന്ന് സിദ്ധുവിനെ ആരോ പിടിച്ചു തള്ളി. മുന്നിലെ വാതിലും കടന്ന് നിയന്ത്രണം വിട്ടുവരുന്ന ഒരു രൂപം. അത് സിദ്ധുവാണെന്ന് മനസ്സിലാക്കാൻ അഫിക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഏയ്! ഒരു കൈ വെച്ച് മറിഞ്ഞു വീഴാൻ പോയവനെ അഫി താങ്ങി പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി. എൻ്റെ കുഞ്ഞ്! അച്ചമ്മയും അലറി വിളിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. സിദ്ധുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അഫിയെ കണ്ടതും അവർ സംശയത്തിൽ നിന്നു. എന്നാലും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. തന്നെ മുറുകെ പിടിച്ച ദൃഢമായ കൈകൾ. ആ മുഖം കാണാനുള്ള ആഗ്രഹത്തിൽ സിദ്ധു പതിയെ തല ഉയർത്തി. സിദ്ധൂട്ടാ, എന്താ പ്രശ്നം? അഫി ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചിയാണ് ആ നിമിഷം സിദ്ധുവിന് ഓർമ്മ വന്നത്. അവൾ മാത്രമാണ് സിദ്ധൂട്ട എന്ന് വാത്സല്യത്തിൽ വിളിക്കാറ്. ഇപ്പം ഇവനും. അവർ നിന്നെ അടിച്ചോടാ? കവിളിലെ ചുവന്ന് കിടക്കുന്ന വിരൽപ്പാടിൽ നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. ആ സ്വരം സിദ്ധുവിൻ്റെ സിരകളിലാകെ പാഞ്ഞു കയറി. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടില്ലേ? സിദ്ധു മൗനമായി നിന്നതേയുള്ളൂ. വാ. അവനെ അതുപോലെ വിടാതെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. 3-4 പേരുണ്ട്. 3 പേര് വീടാകെ നാശമാക്കുന്നു. ഒരുവൻ നിന്ന് അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജ, എന്താ ഇത്? വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനെ അക്രമം കാട്ടരുത്, മാധവൻ താഴ്മയായി പറഞ്ഞു. അഫി ശാന്തമായി വീടാകെ പരതി പിടിച്ചു നോക്കി. നാളെയാണ് രജിസ്ട്രേഷൻ. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ നിന്റെ മോൻ എന്നെ നിയമം പഠിപ്പിക്കുക. 1 മാസം ആവാൻ ഇനിയും 3 ദിവസം കൂടി ഉണ്ടത്രേ. രാജൻ നിന്ന് വിറച്ചു. അഫി സിദ്ധുവിനെ അകറ്റി നിർത്തി. എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ചേട്ടാ. ഓ, ഇതാരാണാവോ പുതിയ ആള്? നിങ്ങൾക്കും ഇവർ കാശ് തരാനുണ്ടോ? എന്നാൽ പിടിച്ചു മേടിച്ചോ. എൻ്റെ വീടാ സാറേ ഇത്. വീട് മാറി തരാൻ പറഞ്ഞിട്ട് ഒരുപാടായി. അഫി മാധവനെ നോക്കി. അയാൾ തല താഴ്ത്തി. ഇനി 3 ദിവസം കൂടി ഉണ്ട്. ഞങ്ങൾ പോകുമല്ലോ. പട്ടിയെപ്പോലെ ആട്ടിയിറക്കുന്നത് എന്തിനാ? മനുഷ്യത്വം വേണോടോ? കരച്ചിലും ദേഷ്യവും വാശിയും കൂടിക്കലർന്ന സിദ്ധുവിൻ്റെ സ്വരം. ചേച്ചിയുടെ മോൻ തന്നെ. അഫിക്ക് ആ അവസ്ഥയിലും ചിരിക്കാനാണ് തോന്നിയത്. ഓ, നീയൊക്കെ 3 ദിവസം കൊണ്ട് ഞൊട്ടും. 27 ദിവസം സമയമുണ്ടായിട്ട് ഒരു വീട് ശരിയാക്കി മാറാൻ പറ്റാത്തവൻ്റെ രോഷം നോക്കണേ. നേരത്തെ കിട്ടിയത് നിനക്ക് പോരാ അല്ലടാ?
നിന്നെ ഞാൻ ഇന്ന്. രാജൻ സിദ്ധുവിന് നേരെ പാഞ്ഞടുക്ക് മുന്നേ അഫി അയാൾക്ക് മുന്നിൽ കയറി നിന്നു. ചെക്കനെ നീയാണോ അടിച്ചത്? ആ സാറേ, ചാവാതെ കിടക്കുക ജന്തു. അയാൾ ഉറക്കെ പറഞ്ഞതും മുഖം പൊട്ടുമാറ് ഉച്ചത്തിൽ ഒരടിയായിരുന്നു. രാജന് തല കറങ്ങും പോലെ തോന്നി. വലത് കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചതും വേദനയിൽ അയാൾ പുളഞ്ഞു. വിരലുകളിൽ എന്തോ തെന്നി മാറും പോലെ ചെറിയ ശബ്ദവും കേട്ടു. രാജന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. നിർത്തിക്കോ! അഫിയുടെ സ്വരം അവിടെ ഉയർന്നു. ഗുണ്ടകൾ 3 പേരും പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. സിദ്ധുവും അച്ചമ്മയും പേടിയോടെ മാധവൻ അടുത്തേക്ക് ചെന്നു. അച്ഛാ! വിങ്ങലോടെ അവൻ വിളിച്ചു. പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം വീടിനകത്ത്. നിങ്ങൾ വന്നപ്പോൾ ഏതുപോലെ ആയിരുന്നോ അതുപോലെ ആയിരിക്കണം. 15 മിനിറ്റ് സമയം തരും. പറ്റില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എൻ്റെ വീടായത്. വിൽപ്പന കഴിഞ്ഞ് അഡ്വാൻസും ഞാൻ വാങ്ങിയതാ. നാളെ രജിസ്ട്രേഷനും. രാജൻ വീറോടെ ഗുണ്ടകളെ നോക്കി കണ്ണു കാട്ടി. 3 പേരും വന്ന വേഗത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. 3നെയും അടിച്ചിഞ്ചപ്പരുവാക്കി. എനിക്ക് ഇരിക്കാൻ ഒരു ചെയർ വേണം. ഗൗരവത്തിൽ പറഞ്ഞതും ഒരു ഗുണ്ട ഓടിപ്പോയി മുറ്റത്ത് കിടന്ന ചെയർ എടുത്ത് കൊണ്ടുവന്ന് പൊടി തുടച്ചിട്ടു. അഫി കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു. ശരി, പണി തുടങ്ങിക്കോ. അവനെ പേടിച്ചിട്ടാവും പെട്ടെന്ന് തന്നെ വാരി പെറുക്കിയിട്ടതെല്ലാം പഴയതുപോലെ ആക്കി. അടുക്കളയെല്ലാം ഒതുക്കി. നിങ്ങൾ പോയിക്കോ. പറയേണ്ട താമസം ഗുണ്ടകൾ രാജനെ തിരിഞ്ഞു പോലും നോക്കാതെ ആ വഴിയെ ഓടി. എത്രയാ ഈ വീടിൻ്റെ വില? 10 ലക്ഷം തന്നാൽ ഇവർക്ക് വീട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ സാറേ. രാജൻ പേടിയിൽ വിറയ്ക്കുന്നുണ്ട്. അഫി പുഞ്ചിരിയോടെ എഴുന്നേറ്റു. അയാൾക്ക് അടുത്തേക്ക് നടന്നു. രാജൻ പിന്നിലേക്ക് നീങ്ങി. അവൻ അയാളുടെ തോളിൽ തട്ടി. എനിക്ക് ആ പാർട്ടിയെ ഒന്ന് കാണണമല്ലോ ചേട്ടാ. ഈ വസ്തുവിന് 10 ലക്ഷം വിലയിട്ട കേമനാരാ? അതിപ്പോ രാജൻ നിന്ന് വിക്കി. അഫി അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലിരുന്ന ഫോൺ കയ്യിലെടുത്തു. വിളിക്ക്. എനിക്കാണേൽ വെയിറ്റ് ചെയ്ത് ശീലമില്ല. എന്നാലും സാരമില്ല. അവൻ്റെ ശാന്തത രാജൻ തലകുലുക്കി. ഇടപാടുകാരനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. ഒന്ന് വരാൻ മാത്രം പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന്. അവൻ്റെ ഭാവം മാറി. മുഖത്ത് ഗൂഢമായ ചിരി നിറഞ്ഞു. കോൾ ചെയ്തു കഴിഞ്ഞ് 10 മിനിറ്റ് ആയതേയുള്ളൂ. ഒരു വൈറ്റ് കാറ് മുറ്റത്ത് നിന്നു. അഫി ചെയറിൽ ആ ഇരിപ്പാണ്. മോനെ, ഈ കുട്ടി ഏതാ? അച്ചമ്മ മാധവനെ നോക്കി പതിയെ ചോദിച്ചു. സിദ്ധുവും ആകാംക്ഷയിലാണ്. അറിയില്ല. സീതാലക്ഷ്മിയുടെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതാ. അകത്തേക്ക് കയറി വന്ന യാദവും താരയും ആ നിൽപ്പ് നിന്നു. പരസ്പരം നോക്കി. മുറുകെ പിടിച്ചിരുന്ന അവരുടെ കൈകൾ അയഞ്ഞു. സിദ്ധുവും മാധവനും അച്ചമ്മയും അവരെ 2 പേരെയും രൂക്ഷമായി നോക്കി. അഫി ഫോണിൽ നിന്ന് തല ഉയർത്തിയതേയില്ല. നിന്നെ തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. എന്നെ ഈ വീട്ടിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് നീ കരുതിയില്ല അല്ലേ യാദവ്? അഫി നടന്നു വരുന്നുണ്ട്. നാളെ രജിസ്ട്രേഷൻ നടക്കില്ല. യാദവിന് ഈ വീട് വാങ്ങാൻ സമ്മതമല്ല. ആ അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. പാവം പൊയ്ക്കോട്ടെ. അഫിയും യാദവും ഇടയും പോലെ പരസ്പരം നോക്കി. സീതാലക്ഷ്മിയെ കണ്ണിന് നേരെ കിട്ടാത്ത ദേഷ്യം ഈ പാവങ്ങളോട് കാട്ടേണ്ട ആവശ്യമുണ്ടോ? താരയ്ക്ക് നേരെ അവൻ്റെ കൈ ഉയർന്നു താഴ്ന്നു. 3 തവണ. അവൾ വേദനയിൽ മുഖം പൊത്തിപ്പിടിച്ചു. നമുക്ക് ഒരു ലേലം വിളി ആയാലോ? നീ 10 ലക്ഷം പറഞ്ഞു. ഞാനത് 11 ലക്ഷം ആക്കും. യാദവ് പറയുന്നതിൽ നിന്നും ഓരോ ലക്ഷം ഞാൻ കൂട്ടും. അവസാനം ഒരു കൂടിയ വിലയിൽ ഞാനങ്ങ് മൗനം പാലിക്കും. ആ വിലയിൽ നീ ഈ വീടും പുരയിടവും വാങ്ങണം. നിനക്കറിയാലോ, കോടികൾ ഞാൻ ചിലവാക്കും. ഈ നാട്ടിൽ ഒരു വീട് വാങ്ങാൻ ഞാനൊന്ന് കഴിഞ്ഞൊടിക്കുന്ന സമയം മതി. യാദവിന് എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കാം. അവൻ മൗനമായി തല താഴ്ത്തി. രാജൻ ചേട്ടാ, 12 ലക്ഷം രൂപ ഞാൻ തരും. വാങ്ങിയ അഡ്വാൻസ് തിരികെ കൊടുക്കാൻ തയ്യാറാണോ? രാജൻ്റെ മുഖം തെളിഞ്ഞു. 2 ലക്ഷമാണ് കൂടുതൽ കിട്ടുന്നത്. ഞാൻ ഓക്കെയാ സാർ. അഫി അടിച്ച അടിയിൽ കക്ഷത്തിലിരുന്ന ക്യാഷ് ബാഗ് നിലത്ത് വീണിരുന്നു. അതിനെ കുനിഞ്ഞെടുത്തു. 50,000 രൂപയെടുത്ത് യാദവിന് നേർക്ക് നീട്ടി. അവനത് വാങ്ങി. അപ്പോൾ നാളെ രജിസ്ട്രേഷൻ നടക്കും. ഞാനുണ്ടാവില്ല. ഇത്തിരി തിരക്കുണ്ട്.
പക്ഷേ എൻ്റെ വക്കീൽ വരും. മാധവൻ ആ പേരിലേക്ക് മാറ്റിയേക്ക്. യാദവ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് പുറത്തേക്ക് പോകാനൊരുങ്ങിയതും അഫി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. ഞാനും സീതാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം നിനക്കറിയാലോ. അങ്ങനെയുള്ളപ്പോൾ ഈ കുടുംബത്തെ ഞാൻ വിട്ടുകളയൂ? നടുംപുറം നോക്കി ഒറ്റ ചവിട്ടായിരുന്നു. അയ്യോ ബേബി, നീട്ടി വിളിച്ചുകൊണ്ട് താര ഓടി. അച്ചമ്മ അവൻ്റെ വീഴ്ച കണ്ട് പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ ഒരെണ്ണം കൊടുക്കാൻ ആ വൃദ്ധയും ആഗ്രഹിച്ചിരുന്നു. ഇന്ന് അത് കണ്ണിറച്ച് കണ്ട സന്തോഷം. അഫി കൊടുത്ത ചെക്ക് ലീഫ് വാങ്ങി പടിക്കെട്ടിറങ്ങിയ രാജൻ്റെ പിന്നാലെ അവനും നടന്നു. സിദ്ധുവിൻ്റെ മേലെ വെച്ച കൈ. അയ്യോ സാറേ, 2 വിരൽ ഒടിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട. നാളെ രജിസ്ട്രേഷൻ നടക്കണം. ഒപ്പൊന്നും വേണ്ട, നിന്റെ വിരലടയാളം മതി. വസ്തു എൻ്റെ ഭാര്യയുടെ പേരില്ല സാറേ. എല്ലാം നന്നായി നടക്കും. അയാൾ പേടിയോടെ സ്കൂട്ടിയിൽ കയറി. സാർ ആരാ? സീതാലക്ഷ്മിയുമായി എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്ത് ബന്ധമാ? മാധവൻ അഫിക്ക് മുന്നിൽ നിന്നു. ഞാൻ അഭിമന്യു സിദ്ധുവിനെ നോക്കി. നിനക്കെന്നെ മനസ്സിലായോടാ? അവൻ്റെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു. എടാ എടീന്നുള്ള ഈ വിളി, അത് ആ ചെകുത്താനല്ലേ? സിദ്ധു ചുണ്ടനക്കി. യെസ്, നിന്റെ ചേച്ചി എന്നെ രാവണ എന്നാ വിളിക്കുക. ഞാൻ അഭിമന്യു വർമ്മ. സീതാലക്ഷ്മി വർക്ക് ചെയ്യുന്നത് എൻ്റെ PS ആയിട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1 മാസമായി അയാൾ എൻ്റെ PS അല്ല. അഫി മാധവൻ്റെ കയ്യിൽ പിടിച്ചു. പിന്നെ എൻ്റെ മോളിപ്പോൾ എവിടെയാ? ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ കൂടി വിളിച്ചതാ. ആ അച്ഛൻ കരയുന്നു. സീത എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ വീട്ടിൽ അഭിമന്യുവിൻ്റെ ഭാര്യയായി. 3 പേരും അന്തം വിട്ട് നിൽക്കുന്നു. സിദ്ധു വായും തുറന്ന് പിടിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കില്ല, ചെക്കൻ ഉറക്കെ പറഞ്ഞു. അഫി ഫോണെടുത്തു. ആ ന്യൂസ് കണ്ട് 3 പേരും തറഞ്ഞു നിന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാദവ് ഒരുക്കിത്തന്ന കെണിയിൽ സീതാലക്ഷ്മി വീണു പോയതാ. പിന്നെ എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും. മോനെ, അച്ചമ്മ വിങ്ങി പൊട്ടുന്നുണ്ട്. സീതയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. അവൾ പറയാതെയും പറഞ്ഞും അറിഞ്ഞതാണ്. ഈ വീട്ടിൻ്റെ കാര്യമോ നിങ്ങളെപ്പറ്റിയോ ഒന്നും സീതാലക്ഷ്മി പറഞ്ഞിട്ടില്ല. വലിയ അഭിമാനിയാണ് അച്ഛൻ്റെ മോള്. മാധവനും അച്ചമ്മയും കണ്ണുകൾ തുടച്ച് ചിരിച്ചു. സിദ്ധുവിൻ്റെ മുഖം മാത്രം വീർത്ത് കെട്ടിത്തന്നെ ഇരുന്നു. അല്ല മോനെ, വീടിൻ്റെ കാര്യമൊന്നും മോളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുഞ്ഞിനെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി, മാധവൻ പറഞ്ഞു. മോന് കുടിക്കാൻ എന്താ വേണ്ടേ? ബ്ലാക്ക് കോഫി. അതെന്താണെന്ന് അറിയാൻ വയ്യാതെ അച്ചമ്മ സിദ്ധുവിനെയാണ് നോക്കിയത്. എൻ്റെ അച്ചമ്മേ, സാറിന് ചൂടുവെള്ളത്തിൽ ലേശം പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്. അഫി പുഞ്ചിരിയോടെ അവനെ ചുഴിഞ്ഞു നോക്കി. ചെക്കൻ തല വെട്ടിച്ചു. സീതയെപ്പോലെ ഇവൻ ഒരു നടയ്ക്ക് പോവില്ല. കോഫിയും കുടിച്ചിരുന്നു. ഫോൺ റിങ് ചെയ്തു. അഫി ചിരിച്ചു. സീതയാണ്. നിനക്കല്ലേ സംശയം? ദാ കേട്ടോ നിന്റെ ചേച്ചിയുടെ ശബ്ദം. അവൻ കോളെടുത്തു. സ്പീക്കർ ഓണായി. സാർ എവിടെയാ? സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഞാൻ വരുവാ സീത. എന്താ? അല്ല, 12 മണിക്ക് എത്തും എന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ 2 മണിയായി. ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. സീതാലക്ഷ്മി ഫുഡ് കഴിച്ചോ? ഇല്ല. രാവണൻ കഴിച്ചോ? ആ വിളിയായിരുന്നു അവൻ പ്രതീക്ഷിച്ചത്. കവിളിൽ നാവിട്ട് മുഴപ്പിച്ചുകൊണ്ട് വലിയ ഗമയിൽ സിദ്ധുവിനെ നോക്കി. അവൻ ചുണ്ട് കൂർപ്പിച്ച് നിൽക്കുവാണ്. അഫി പോകാനിറങ്ങി. ഇനി ആ ജോലിക്ക് പോകണ്ട. എന്തുണ്ടേലും എന്നെ വിളിക്കാം. മകനെ പോലെ കാണാം. അഫി സിദ്ധുവിനടുത്ത് ചേർന്ന് നിന്നു. സദാസമയം സിദ്ധൂട്ടൻ ചേച്ചിയെ വിളിക്കുമെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് ഞാൻ നിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. അവൻ ചൂളിയതുപോലെ നിന്നു. അഫി അവൻ്റെ തോളിലൂടെ കൈയിട്ട് തട്ടി. ചേച്ചിയോട് ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ വന്നതായി സീത അറിയണ്ട. ഞങ്ങൾ 2 പേരും ഉടനെ തന്നെ ഇങ്ങോട്ട് വരും. അതുവരെ മാത്രം കള്ളം പറഞ്ഞാൽ മതി. സിദ്ധു തലകുലുക്കി. അച്ചമ്മയും മാധവനും പടിക്കെട്ടുവരെ വന്നു. സിദ്ധു അഫിക്കൊപ്പം ചെന്നു. കാറിൽ കയറും മുന്നേ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എന്താ സിദ്ധൂട്ടാ, ഈ 12 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എൻ്റെ ചേച്ചിയെ ഒന്നും ചെയ്തേക്കരുത്. അഫിക്ക് കാര്യം മനസ്സിലായില്ല. യാദവ് ചെയ്തതുപോലെ എൻ്റെ ചേച്ചിക്ക് വിലയിടരുത്. അഭിമാനി ആയതുകൊണ്ടല്ല, പേടിച്ചിട്ടാ ഒന്നും പറയാത്തത്. ഞങ്ങൾക്ക് വീടൊന്നും വേണ്ട. ചേച്ചി സന്തോഷമായിരിക്കണം എന്നും. എല്ലാം നഷ്ടപ്പെട്ട് ആ പാതിരാത്രി ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ
എൻ്റെ സീതേച്ചി കരഞ്ഞിട്ടില്ല. പക്ഷേ ആരും അറിയാതെ ആ പാവം കരഞ്ഞു തീർത്ത രാത്രികളുണ്ട്. ഇനി കരയരുത്. വാക്ക് തരാൻ പറ്റൂ. ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ച ആളല്ലേ. സിദ്ധു നീട്ടിപ്പിടിച്ച വലം കൈ അഫി അവൻ്റെ നീണ്ട കോലൻ തലമുടിയിൽ മൃദുവായി തഴുകി. പതിയെ വിരലുകൾ അവൻ്റെ കവിളിൽ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയിൽ എത്തി നിന്നു. നിന്റെ സീതേച്ചി കരയില്ല, കരയിപ്പിക്കില്ല. അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. അളിയൻ്റെ വാക്കാണ്. പിന്നെ ഈ ചെകുത്താൻ എന്ന വിളി എനിക്കത്ര പിടിച്ചിട്ടില്ല. സിദ്ധു ഉള്ളിലെ ആന്തൽ വിട്ട് അപ്പോഴാണ് ഒന്ന് ചിരിച്ചത്. സോറി, പതിയെ അവൻ പറഞ്ഞു. അഫി കാറിലേക്ക് കയറി. ആ കാറ് കണ്ണിൽ നിന്നും മറഞ്ഞു. കണ്ടോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്റെ ചേച്ചിയെ സീതയായി കണ്ട് സ്നേഹിക്കുന്ന രാമൻ വരുമെന്ന്. ഇത് രാമനൊന്നുമല്ല, അക്ഷരം തെറ്റാതെ പറയാം, രാവണനെന്ന്. മാധവൻ ഉമ്മറപ്പടിയിലിരുന്നു. എന്താ മാധവ, സന്തോഷമല്ലേ? ഇനി ഈ വീട്ടിൽ നിന്ന് നമ്മളെ ആരും അടിച്ചിറക്കില്ലല്ലോ. എല്ലാം സന്തോഷം തന്നെ അമ്മ. പക്ഷേ ആ മോൻ്റെ വീട്ടുകാർക്ക് നമ്മുടെ ലക്ഷ്മിയെ ഇഷ്ടാവോ? വലിയ പണക്കാരാണ്. എന്തോ നെഞ്ചിൽ ഒരു കൊളുത്തി പിടി പോലെ. ഒന്നും ഉണ്ടാവില്ല അച്ഛാ. സിദ്ധു മാധവനെ ആശ്വസിപ്പിച്ചു.